വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കൊമേഴ്സ് കമ്പാനിയൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ തന്നെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, സ്റ്റെപ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ, മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അത് നമ്മൾ കുറേ മെത്തേഡ്സ് പരിചയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് വണ്ണാണ് മോഡേൺ ടെക്നിക്സ് ഓഫ് പ്രൊജക്ട് അപ്രൈസൽ. ഓരോ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതാണ് ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നടത്തുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഫ്യൂച്ചറിൽ അതിന് കിട്ടുന്ന നമ്മൾ റിസീവ് ചെയ്യാൻ പോകുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ് എത്രയാണ്, അതിൻ്റെ ഒരു കാൽക്കുലേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. നമ്മൾ ഫ്യൂച്ചറിൽ ആണ് നമുക്കതിൻ്റെ ബെനിഫിറ്റ് അറൈവ് ചെയ്യുന്നതെങ്കിലും നമ്മളിപ്പോൾ തന്നെ അതിനൊരു ഹ്യൂജ് എമൗണ്ട് ചിലവാക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഡിസിഷനാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു തവണ ആ ഒരു ഡിസിഷൻ എടുത്ത് അതിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വിഡ്രോൺ ചെയ്യാൻ നോക്കിയാൽ പറ്റില്ല. മാത്രമല്ല അതിൻ്റെ കാൽക്കുലേഷനിൽ നമ്മൾ സെവറൽ ഇയേഴ്സ്, അതായത് കുറേ വർഷങ്ങൾ നമുക്ക് ആ ഒരു കുറേ അളവ് ആ വർഷങ്ങളിലേക്കുള്ള പ്രോഫിറ്റ് എത്രമാത്രം കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നമ്മൾ ഒരു പ്രൊജക്റ്റ് എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എത്ര റിട്ടേൺ നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നതിനകത്ത് എന്തെങ്കിലും ഇറർ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസിലേക്ക് നയിക്കുന്നത്. വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇൻവോൾവ് ചെയ്ത് വെച്ചേക്കാണ്. അതുപോലെ തന്നെ ഇതൊരു ലോങ്ങർ റേഞ്ച് ടൈം എടുക്കുന്നത് വെച്ചാൽ കുറേ ഒരു ടൈം പീരീഡ് എടുക്കുന്നതാണ് ഇങ്ങനെ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം എഫക്റ്റ് ചെയ്യുന്നത് കൂടിയാണ് ഇങ്ങനെയൊരു കാര്യം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്തിനാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ഓരോ പോയിന്റ് വൈസ് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഇപ്പോൾ നമ്മളൊരു ലാൻഡ് വാങ്ങിക്കുന്നു, അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് വാങ്ങിക്കുന്നു, ഇതെല്ലാം ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ഹെവി എമൗണ്ട് ഇൻവോൾവ് ആണ്. മാത്രമല്ല സെക്കൻഡ് പോയിൻ്റാണ് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്. നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഒരു ചെറിയ കാലയളവിലേക്കല്ല നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ഒരു ലോങ് ടേമിനകത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് തന്നെ ഇതിലൊരു ഗ്രേറ്റർ റിസ്ക് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ വളരെയധികം കെയർഫുള്ളായിട്ട് വേണം ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്ലാനിങ് നടത്താനായിട്ട്. നെക്സ്റ്റ് വരുന്നതാണ് ഇറിവേഴ്സിബിൾ ഡിസിഷൻ. അതായത് ഒരു തവണ നമ്മൾ ഇതിനെ പറ്റിയൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും പിൻവലിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ലോങ് ടേം ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി. നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ഫ്യൂച്ചർ കിട്ടുന്ന പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലോങ് ടേം പ്രോഫിറ്റബിലിറ്റീനെ ഇത് വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തിനെ മാക്സിമൈസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഒരു ലോങ് പീരീഡിനകത്തേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആ ഒരു എമൗണ്ട് ഓഫ് റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രെഡിക്റ്റ് ചെയ്യാമെങ്കിലും അതിലൊരു അക്യുറേറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്താനൊന്നും സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഡിപ്രീസിയേഷൻ പോളിസി അതിനെ ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഡിപ്രീസിയേഷൻ പോളിസിക്ക് അനുസരിച്ചിട്ടാണ് ഓരോ ഓർഗനൈസേഷൻസും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എടുക്കാറുള്ളത്. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് കോസ്റ്റ് ഓഫ് റിഡക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിങ് നമ്മൾ ചെയ്യുന്നത് ഒരു മോഡേൺ മെഷീനറിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു യൂസ് വഴിയായിട്ട് നമ്മുടെ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എല്ലാം റിഡ്യൂസ് ചെയ്യുന്നതിന് സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങൾ ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് ഓഫ് സേഫ്റ്റി. ഒരു ഓർഗനൈസേഷന് അവരുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർകാസ്റ്റിംഗ് വഴിയായിട്ട് അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ സേഫ്റ്റിയുടെ വരുന്ന അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാപിറ്റൽ കോസ്റ്റിൻ്റെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്.
നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിന് ഏതൊക്കെ സ്റ്റെപ്പുകളുണ്ട്, എങ്ങനെയാണ് നമ്മളൊരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനകത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 6 സ്റ്റെപ്പുകളാണ് അതിനുള്ളത്. ആദ്യത്തെയാണ് ക്രിയേറ്റീവ് സെർച്ച് ഫോർ പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ്. ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പല ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാകാം. അത് പല സോഴ്സിൽ നിന്നായിരിക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ തേടിയെത്തുക. പല രീതി നമ്മൾ വർക്കേഴ്സ് ആയിരിക്കും ചിലപ്പോൾ പ്രപ്പോസൽസ് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫീസർ ആയിരിക്കാം. എവിടെ നിന്നാണെങ്കിലും നമുക്ക് മാക്സിമം ഉള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെല്ലാം, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന ഐഡിയാസിനെല്ലാം നമ്മളൊന്ന് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. മാക്സിമം ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് സ്ക്രീനിങ് ആൻഡ് കളക്ഷൻ. നമ്മളൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കുറേ പ്രപ്പോസൽസ് എല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു ഐറ്റത്തിനെ സ്ക്രീൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഒരു ഓർഗനൈസേഷന് എങ്ങനത്തെ ഒരു പ്ലാൻ വേണമെന്ന് ഉള്ളൊരു ഐഡിയ ഉണ്ടാകും. സോ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ സെലക്ട് ചെയ്യണം. സ്ക്രീൻ ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ചെയ്യണം. പ്ലാനിംഗ് കമ്മിറ്റിയാണ് ആ ഒരു സ്ക്രീനിങ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് നമ്മൾ ഈ സ്ക്രീൻ ചെയ്തെടുത്ത പ്രപ്പോസൽസിനെല്ലാം ഇവാലുവേറ്റ് ചെയ്യുക. നമുക്ക് എത്രമാത്രം നമ്മുടെ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റിട്ടേൺ, അതുപോലെ തന്നെ വേരിയസ് ആയിട്ടുള്ള ഇവാലുവേഷൻ ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പല മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. Payback മെത്തേഡ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് എസ്റ്റാബ്ലിഷിംഗ് പ്രയോറിറ്റി. നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രീനിങ്ങും ഇവാലുവേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള എല്ലാ പ്രപ്പോസൽസും നമ്മൾ റിജക്റ്റ് ചെയ്യുക. അതിൽ നിന്ന് തന്നെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അതിൽ തന്നെ ഏറ്റവും നല്ലത് ഏതാണോ അതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കുക. അങ്ങനെ ഒരു പ്രയോറിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് ഫൈനൽ അപ്രൂവൽ. ഇതിൽ വരുന്നത് ഫിനാൻഷ്യൽ മാനേജർ ഒരു ഓർഗനൈസേഷൻ്റെ ഈ ഒരു പ്രൊജക്റ്റുകളെല്ലാം റിവ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ മാനേജർ തന്നെ ടോപ്പ് മാനേജ്മെൻറ്റിന് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്യും. ഈ ഒരു സിറ്റുവേഷനിലാണ് മാനേജ്മെൻറ്റ് കറക്റ്റ് ഇതിനെ നോക്കിയതിന് ശേഷം കറക്റ്റായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്നത്. ദെൻ ഈ ഒരു പ്രൊജക്റ്റ് അതിൻ്റെ ബഡ്ജറ്റ് കമ്മിറ്റിക്ക് സെൻഡ് ചെയ്യുന്നു. ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റ് കമ്മിറ്റിക്ക് സെൻഡ് ചെയ്യുന്നു. ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രോസസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഏതൊരു കാര്യം എടുത്താലും നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്താൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് എത്രമാത്രമെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനൊക്കെ എടുത്തു കഴിഞ്ഞാലും അവസാനം നമ്മൾ അതിന് ഇവാലുവേഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പീരിയോഡിക്കലി മോണിറ്റൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ. ഇങ്ങനെയൊരു ഡിസിഷൻ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ എങ്ങനെയാണ് എന്തൊക്കെ ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു ഡിസിഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. ഇത് 4 പോയിൻ്റാണ് വരുന്നത്. ഫസ്റ്റത്തെയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് ഇതിന് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കറക്റ്റായുള്ള കോസ്റ്റ് എത്രയാണ്, ഇൻസ്റ്റലേഷൻ ചാർജസ് എത്രയൊക്കെയാണ്, അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ എത്രമാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക. ഓരോ ഓർഗനൈസേഷൻസും പല സോഴ്സിൽ നിന്നാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഒരു എമൗണ്ട് സോഴ്സൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളിപ്പോൾ ബോറോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോറോ ചെയ്യാനായിട്ട് നമ്മളൊരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ടാവും. സോ അതിലും കുറവാണ് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഗുണമില്ലാത്തൊരവസ്ഥയുണ്ട്. സോ നമ്മൾ അതുകൊണ്ട് തന്നെ മിനിമം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്. എന്നാൽ മാത്രമാണ് എത്ര എമൗണ്ട് നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പോയിൻ്റാണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതിനൊരു റിസ്ക് ഉണ്ട്. സോ നമ്മൾ കമ്പയർ ചെയ്യണം ഏതിനാണ് ഏറ്റവും കൂടുതൽ റിസ്ക്, ഈ റിസ്ക് എടുത്താൽ അതിനനുസരിച്ചുള്ള റിട്ടേൺ നമുക്കുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ്ലി മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ്. 2 ടൈപ്പായിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ട്രഡീഷണൽ മെത്തേഡുകളുണ്ട്, അതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ
മെത്തേഡുകളുണ്ട്. അതിൽ തന്നെ ട്രഡീഷണൽ മെത്തേഡുകളിൽ വരുന്നതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡും അതുപോലെ തന്നെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ വരുന്നതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഈ മെത്തേഡുകൾ ഓരോന്നും അതിൻ്റെ പ്രോബ്ലം വൈസ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ട്രഡീഷണൽ മെത്തേഡിൻ്റെ ഫസ്റ്റ് മെത്തേഡാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒറിജിനൽ കോസ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്ന ഒറിജിനൽ കോസ്റ്റ് എത്ര വർഷം കൊണ്ട് നമുക്ക് റീകൂപ്പ് ചെയ്യാൻ സാധിക്കുന്നു, ഇതാണ് നമ്മൾ ഈ ഒരു പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ നോക്കുന്നത്. എത്ര കുറവ് പീരീഡ് കൊണ്ട് നമുക്ക് റീകൂപ്പ് ചെയ്യാൻ സാധിക്കുന്നോ ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര സ്പീഡി റിക്കവറി ആണെന്നുള്ളത് ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇതിന് ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇതിന് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയെന്നുള്ള കാര്യമൊന്നും ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റ് നേരെ ഇഗ്നോർ ചെയ്യുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പേ ബാക്ക് പീരീഡ്, അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടാവുക, അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആയിട്ടാണ്. സോ നമുക്കതിൻ്റെ രണ്ട് കേസുകളാണ് വരിക, രണ്ട് കണക്കുകളാണ് മെയിനായിട്ട് പൊതുവെ ചോദിക്കാറുള്ളത്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ആനുവൽ ക്യാഷ് ഇൻഫ്ലോ, ഒറ്റ ഒരു ക്യാഷ് ഇൻഫ്ലോ മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടാവുള്ളൂ. ഒരേ ഒരു ക്യാഷ് ഇൻഫ്ലോ മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രോജക്റ്റ് റിക്വയർസ് 2 lakh ആസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഇറ്റ് ജനറേറ്റ് എ ക്യാഷ് ഇൻഫ്ലോ ഓഫ് 50,000 ഫോർ 8 years. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരീഡ്. ഇത് യൂസ് ചെയ്തിട്ട് പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്തെഴുതാം. അതിൻ്റെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 2 lakh ആണ്. സോ 2 lakh നമുക്ക് ആദ്യം എടുത്തെഴുതാം. 2 lakh ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആണത് 50,000 rupees എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതെന്ന് പറയുന്നത് ഇത് ചെയ്യാണ്ട് നമുക്കറിയാം അല്ലേ, 4 ആയിരിക്കും. സോ 4 years കൊണ്ടാണ് ഈ ഒരു 50,000 rupees റീകൂപ്പ് ചെയ്യാൻ പറ്റുക. സോ ഇതാണ് നമ്മുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആനുവൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അസ്യൂം ചെയ്തതാണ് ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണെന്നുള്ള രീതിയിലാണ് ഈ ഒരു കണക്ക് ചെയ്തത്. നമുക്ക് മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കണം. ആനുവൽ ക്യാഷ് ഇൻഫ്ലോ നമ്മൾ എടുക്കുന്നത് എപ്പോഴും ഡിപ്രീസിയേഷന് മുമ്പുള്ള എമൗണ്ടും അതുപോലെ തന്നെ ടാക്സ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് എടുക്കേണ്ടത്. രണ്ടാമത് വരുന്ന പേ ബാക്ക് പീരീഡിൻ്റെ കേസാണ്. ഇപ്പം നമുക്ക് ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഒറ്റ ഒരു ക്യാഷ് ഇൻഫ്ലോ ഉള്ളെങ്കിലാണ് നമ്മൾ നേരത്തെ ഇക്വേഷൻ ഇട്ട് ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോയുടെ ഒരു പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്പർ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് കൂടുതലായിരുന്നു, 1 more 2 അതിൽ കൂടുതലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വേറൊരു മെത്തേഡിലാണ്. അതിന് നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 lakh rupees ആണ്. സോ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് 1 lakh rupees ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് 5 വർഷം കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ്. 5 വർഷം കൊണ്ട് എത്ര എമൗണ്ടാണ് കിട്ടുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ പറഞ്ഞേക്കുന്നത് 20,000, 30,000, 30,000, 40 and 40 ഇതേ രീതിയിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇയർ എടുത്ത് എഴുതുക. അതുപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോസ് ഓരോ വർഷത്തെയും ജസ്റ്റ് ആ ക്വസ്റ്റ്യനിൽ നോക്കി ഒന്ന് എടുത്തെഴുതുക. ഈ എടുത്തെഴുതി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട ഒരു ടേബിളാണ് ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോ. അതായത് ഈ ഓരോ വർഷത്തെയും കൂട്ടി വരും. നമ്മൾ ക്യുമുലേറ്റീവ് നേരത്തെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്യുമുലേറ്റീവ് കാണാം. അപ്പോൾ ആദ്യത്തെ വർഷത്തെ വരുമ്പോൾ 20,000 തന്നെ ആയിരിക്കും വരാം. രണ്ടാമത്തെ വർഷത്ത് വരുമ്പോൾ 20,000 പ്ലസ് 30,000 അത് കൂട്ടിയിട്ട് 50,000 rupees വരും. നെക്സ്റ്റ് വരുമ്പോൾ ആദ്യത്തെ 3 കൂട്ടിയിട്ടുള്ള എമൗണ്ട് 80,000 വരും. നെക്സ്റ്റ് വരുമ്പോൾ അതും കഴിഞ്ഞിട്ട് നാലാമത്തെയും കൂടി കൂട്ടിയിട്ടുള്ളത് 1,20,000 വരും. നെക്സ്റ്റ് വരുമ്പോൾ 1,60,000 വരും. സോ എങ്ങനെയാണ് അതിൻ്റെ ക്യുമുലേറ്റീവ് ക്യാഷ് ഇൻഫ്ലോസ് വരിക. സോ ഇതിനകത്താണ് നമ്മളിനി പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1 lakh rupees ആയിരുന്നു. ഈ 1 lakh rupees എത്ര നാൾ കൊണ്ട് നമുക്ക് ഈ ഒരു
ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റീകൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഈ ഇൻഫ്ലോസിൽ നിന്ന് റീകൂപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു 80,000 രൂപ 3 വർഷം കൊണ്ട്, മൂന്നാമത്തെ വർഷം നോക്കിക്കഴിഞ്ഞാൽ 80,000 രൂപ 3 വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം 3 വർഷം കൊണ്ട് 80,000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 1 ലക്ഷം അപ്പോഴും ആയിട്ടില്ല. അപ്പോൾ 4ാമത്തെ വർഷം കൂടി നോക്കുമ്പോൾ 4ാമത്തെ വർഷം 1,20,000 ആണ്. ഈ 80,000 ഇവിടെ കിടക്കുക. സോ അത് നമ്മൾ എടുക്കണം. അത് പ്ലസ് എത്ര വർഷം കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ഈ 3 വർഷം കൊണ്ട് 80,000 വരുന്നുണ്ട്. ബാക്കി വരുന്ന 20,000 രൂപ വരുന്നത് ഈ 4ാമത്തെ വർഷത്തിലാണ്. അപ്പോൾ 4ാമത്തെ വർഷം മുഴുവൻ എടുക്കുന്നില്ല ഈ 1 ലക്ഷം രൂപ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാലൻസ് ഉള്ള എമൗണ്ട് എത്രയാണ്? ഇപ്പോൾ 80,000 3ാമത്തെ വർഷം നമ്മൾ റീകൂപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 20,000 റുപ്പീസാണ് നമുക്ക് ബാലൻസിന് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടാനുള്ളത്. സോ അത് ഡിവൈഡഡ് ബൈ അത് ഏത് വർഷമാണ് ചെയ്യുന്ന എമൗണ്ട് നോക്കുക, അതിനെ ഡിവൈഡ് ചെയ്യാം 40,000. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 3 വർഷത്തെ ഉണ്ട് പ്ലസ് 0.5, ഈ 3.5 വർഷം കൊണ്ടായിരിക്കും ഈ ഒരു ഇത്രയും വർഷം കൊണ്ടായിരിക്കും നമ്മുടെ എമൗണ്ട് നമ്മൾ റീകൂപ്പ് ചെയ്തേക്കണേ. സോ ഇതായിരിക്കും നമ്മുടെ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഈ ഒരു മെത്തേഡിൻ്റെ വേറെ പേരാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്നൊക്കെ. ഈ ഒരു മെത്തേഡിൻ്റെ മെറിറ്റ് നോക്കാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേതിനകത്ത് ഏർണിങ്സ് നോക്കുന്നില്ലെങ്കിൽ ഇവിടെ നമ്മൾ കിട്ടുന്ന ഒരു ഏർണിങ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്റ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് ഈ ഒരു മെത്തേഡിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഇതിന് ഡീമെറിറ്റ് എന്ന് പറയുന്നത് മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ടൈം വാല്യൂ ഓഫ് മണി ഈ 2 ട്രഡീഷണൽ മെത്തേഡിലും കൺസിഡർ ചെയ്യുന്നില്ല. പ്രോഫിറ്റ് റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ ആ ഒരു കാര്യം ഈ ഒരു മെത്തേഡിനകത്ത് ഇഗ്നോർ ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ അടുത്തൊരു ലിമിറ്റേഷൻ ആയിട്ട് വരുന്നത്. ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ 2ാമത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ARR എന്നാണ് അതിന് പറയുക. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ആവറേജ് ഏർണിംഗ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 ആണ്. ആവറേജ് ഏർണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ തന്നിരിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ് എല്ലാം എടുക്കുക, അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആവറേജ് കിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് സ്ക്രാപ്പ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും 2 ഇക്വേഷനാണ്. സ്ക്രാപ്പ് വരുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അടിയിലത്തെ, അല്ലാത്തപ്പോൾ മുകളിൽ വരുന്നത്. ആദ്യത്തെ നമുക്ക് നോക്കാം, സ്ക്രാപ്പ് ഇല്ലെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എത്രയാണോ അതിനെ ഡിവൈഡഡ് ബൈ 2. ഇനി അതുപോലെ തന്നെ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് സ്ക്രാപ്പിൻ്റെ വാല്യൂ എത്രയാണോ അതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് 2 കൊണ്ടാണ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നിട്ടുണ്ട് ഡിസൈർഡ് റേറ്റ് ഓഫ് റിട്ടേൺ 12% ആണെങ്കിൽ ഈ 2 പ്രോജക്റ്റിൽ ഏത് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒറിജിനൽ കോസ്റ്റ് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ലൈഫ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള 2 കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ളതാണ് അതിൻ്റെ എത്രയാണ് അതിൻ്റെ ഏർണിങ്സ് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏർണിങ്സിൻ്റെ ആവറേജ് കാണാനുള്ള എക്സ്പെക്റ്റഡ് ലൈഫ് എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്. ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. സോ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ഏർണിംഗ് ആണ്, ഈ 2 പ്രൊജക്റ്റുകളുടെ ആവറേജ് ഏർണിംഗ്. സോ നമുക്കൊരു ടേബിൾ പോലെ അത് ചെയ്യാന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് 1 ഉണ്ട്, പ്രൊജക്റ്റ് 2 ഉണ്ട്. സോ ഇതിൻ്റെ 2ൻ്റെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ 2ൻ്റെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് 3 സ്റ്റെപ്പായിട്ട് ചെയ്യാമല്ലോ. സോ അതിന് നമുക്ക് ആവറേജ് ഏർണിംഗ് 2ൻ്റെ എത്രയാണെന്ന് നോക്കാം. 2ൻ്റെയും ടോട്ടൽ എത്രയാണ് ആവറേജ് ഏർണിങ്ങിൻ്റെ അത് നമുക്ക് എടുത്ത് എഴുതാം. ഇത് അതിൻ്റെ ശരിക്കുള്ള ടോട്ടൽ ഏർണിംഗാണ്. സോ നമ്മളിതിനെ ആവറേജ് ആക്കണമെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് എത്രയാണെന്ന് നോക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4ഉം 5 ആണ്. സോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തതിന് നമുക്ക് അതിൻ്റെ ആവറേജ് എത്രയാണ് ഏർണിങ്സ് കിട്ടും. ഇതിന് 4 ആണ്, ഇതിൽ വരുമ്പോൾ 5 ആണ്. സോ നമ്മുടെ ആവറേജ് ഏർണിംഗ് എത്രയെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നേരെ ഡയറക്റ്റ് എടുത്ത് എഴുതിയത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്നുള്ളതാണ്. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, 2 പ്രോജക്റ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം 50,000 ആണ്, അതുപോലെ തന്നെ ഒരെണ്ണത്തിൻ്റെ 75,000 ആണ്. സോ നമുക്ക് സ്ക്രാപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് 2നെയും ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതിയാവും.
25,000 ആയിരിക്കും. അതിൻ്റെ വരുമ്പോൾ 37,500 ആയിരിക്കും. സോ നമുക്ക് ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളും കിട്ടിയിട്ട് നമുക്കിനി ജസ്റ്റ് ആ ARR ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ARR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ആവറേജ് വേണമെങ്കിൽ എത്രയാണ്, രണ്ടിൻ്റെ എഴുതാം. രണ്ടിൻ്റെ ഒരുമിച്ച് എഴുതിപ്പോവാം. ഡിവൈഡ് ചെയ്യേണ്ടത് ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ്. ഇതിൽ വരുമ്പോൾ 37,500 രണ്ടിനും ഇൻറ്റു 100 കൊടുക്കാം. സോ രണ്ടും ചെയ്തിട്ടുള്ള ആൻസർ നോക്കാം. സോ നമ്മളത് ചെയ്യുമ്പോൾ 15%, അതുപോലെ തന്നെ 33.33 അങ്ങനെ പോകും. അത് ആ ഒരു പെർസെൻറ്റേജോ കിട്ടാം. സോ നമുക്ക് തന്നിരിക്കുന്ന മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 12% ആണ്. ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം നോക്കിയാലും അത് രണ്ടും ഈ 12%-ൽ മുകളിലാണ്. സോ രണ്ട് പ്രോജക്റ്റ് എടുത്താലും നമുക്ക് ഓക്കെ ആണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ഹൈ ആയിട്ട് ARR ഏത് പ്രോജക്റ്റിലാണ് വന്നേക്കുന്നത്. സോ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പ്രോജക്റ്റ് 1-ലാണ് ആ ഒരു 15%. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഇതായിരുന്നു ARRൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഈ ഒരു മെത്തേഡാണ് എല്ലാ മെത്തേഡുകളിലും വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകും, അതുപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകും. അത് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ലോജിക്കൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. മാത്രമല്ല ടൈം വാല്യൂ ഓഫ് മണിന് ഇത് വളരെയധികം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ ചില സമയത്ത് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ആൻസർ കിട്ടണം എന്നില്ല. അത് ഓരോ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിനു വേണ്ടി നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്, അതിൻ്റെ ടോട്ടലാണ്. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ മൈനസ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രസൻറ്റ് വാല്യൂ. നമുക്ക് തന്നിരിക്കുന്ന ഓരോ ക്യാഷ് ഫ്ലോയുടെയും പ്രസൻറ്റ് വാല്യൂ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ടാകും. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പ്രോജക്റ്റുകളുണ്ട്. ആ രണ്ട് പ്രോജക്റ്റിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. സോ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് രണ്ടിൻ്റെ തന്നിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ തന്നിട്ടില്ല. പക്ഷേ നമുക്ക് തന്നിട്ടുണ്ട് ഡിസ്കൗണ്ട് റേറ്റ്. ആ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ PV ഫാക്ടർ, അതായത് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ആ ഒരു സെക്ഷനിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ ഫാക്ടർ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. സോ നമ്മുടെ 10% ആയതുകൊണ്ട് തന്നെ 10% ആണ് ഇപ്പം നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ്. സോ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ്. നമ്മുടെ ഇക്വേഷൻ വരുന്നത് 1/1+r ഹോൾ റേസ് ടു n ആണ്. സോ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഡിസ്കൗണ്ട് റേറ്റ് 10% ആയതുകൊണ്ട് തന്നെ നമുക്ക് 1/1 പ്ലസ് 0.1 എന്ന് പറയുന്നത് 10/100 ചെയ്യുന്നതാണ് ഈ 0.1 എന്ന് പറയുന്നത്. സോ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 1/1.1. സോ അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 1/. സോ നമുക്ക് കിട്ടുന്ന ഇതാണ് അപ്പോൾ ആദ്യത്തെ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമ്മളിനി രണ്ടാമത്തെ വർഷത്തേക്ക് കിട്ടണം. ജസ്റ്റ് ഒന്ന് ഈക്വൽ ടു അടിച്ച് പോയാൽ മതി. .751 അങ്ങനെ ജസ്റ്റ് ഒന്ന് ഈക്വൽ ടു അടിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാ വർഷത്തെയും നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആദ്യത്തെ 3 നമ്പേഴ്സ് നമ്മൾ എടുത്താൽ മതിയാവും. 0.564. സോ നമുക്ക് എല്ലാത്തിൻ്റെയും പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കിട്ടിയിട്ടുണ്ട്. ഈ 10%-ൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ. സോ നമ്മൾ ഇനി ഇങ്ങനെ ഒരു കോളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ആദ്യം ഇയർ എടുത്ത് എഴുതാം, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എഴുതാനായിട്ട് ഒരു കോളം, ആദ്യത്തതിൻ്റെ ക്യാഷ് ഫ്ലോ, അതിൻ്റെ PV, ഓരോന്നിൻ്റെയും ഓരോ ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ടോട്ടലാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പ്രൊജക്ട് ബിയുടെയും അതുപോലെ തന്നെയാണ് ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് ഇൻഡ്യൂ ചെയ്തിട്ടാണ് ഈ ഒരു കോളത്തിൽ എഴുതുക, അതിന് ടോട്ടൽ എഴുതുക, എന്നിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുക.
സോ നമുക്കിവിടെ ആദ്യം വരുന്നത് നമ്മൾ പ്രസൻറ്റ് വാല്യൂ എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ക്യാഷ് ഇൻഫ്ലോ രണ്ടിൻ്റെയും എയുടെയും ബിയുടെയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ 2 കോളംസ് ആണ്. അതായത് ഈ പ്രസൻറ്റ് വാല്യൂ, ഈ ഓരോ ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും പ്രസൻറ്റ് വാല്യൂ എത്രയാണ്. സോ നമുക്കൊന്നുമില്ല, ജസ്റ്റ് ഈ 2 ഫിഗേഴ്സ് നമ്മൾ ഇൻറ്റു ചെയ്യുക, അപ്പോൾ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇതും ഈ പി വി ഫാക്ടറും ഈ ബിയുടെ ക്യാഷ് ഫ്ലോയും ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കോളം അതുപോലെ ഒന്ന് ഫില്ല് ചെയ്യാം. ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് നോക്കാം. .909 ആയിരുന്നു. സോ അതായിരുന്നു അതിൻ്റെ വാല്യൂ വരാം 22,725. ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് വേഗം ഫില്ല് ചെയ്യാണ്. സോ ഇതിൻ്റെ എല്ലാം ഞാൻ അതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെയും പ്രോജക്റ്റ് ബിയുടെയും ഇതുപോലെ തന്നെ വരാം. 22,000 ആണ് നമ്മുടെ ആദ്യത്തെ. അതേ ഇൻറ്റു പോയി നമ്മൾ ആദ്യത്തെ മാത്രം ഒന്ന് ചെയ്ത് കാണിക്കാം. 22,000 ആണ് നമുക്കുള്ളത്. അതേ ഇൻറ്റു 0.909 ആണ്. സോ അതിൻ്റെ വാല്യൂ വരുന്നത് ഇതായിരിക്കും. നമുക്ക് എടുത്ത് എഴുതാം. സോ അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഒന്ന് ഫില്ല് ചെയ്ത് പോരാം. നമ്മൾ എടുത്ത് എഴുതിയപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. ഇത് 22,000 അല്ലായിരുന്നു ക്വസ്റ്റ്യനിൽ, 20 ആയിരുന്നു നമ്മൾ എഴുതിയതിൻ്റെ ഒരു ചെറിയ ഇതാണ്. സോ നമുക്ക് ഒന്നുകൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതായിരിക്കും നമ്മുടെ ആദ്യത്തിൻ്റെ ആൻസർ. നമ്മൾ എടുത്ത് എഴുതിയ എമൗണ്ടിൽ ഒരു ചെറിയ വ്യത്യാസം വന്നതാണ്. സോ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും ഒന്ന് ജസ്റ്റ് ഇൻറ്റു ചെയ്ത് വേഗം എടുത്തെഴുതാം. നമ്മൾ എല്ലാത്തിൻ്റെയും അതുപോലെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഈ 2 ക്യാഷ് ഇൻഫ്ലോസിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നമുക്കിതൊന്ന് ടോട്ടൽ ചെയ്യാം. അതായത് എയുടെ കോളം ടോട്ടൽ ചെയ്യണം, ബിയുടെ കോളം, എന്നാൽ മാത്രമാണ് നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ നമുക്ക് അവിടെ എഴുതുകയും ചെയ്യാം. ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 2 കോളത്തിനകത്തും എഴുതാം. ഇവിടെ നമുക്ക് കൂട്ടി കഴിയുമ്പോൾ കിട്ടുന്നത് 55,339 ആണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് 86,672 ആണ്. സോ അതിൽ നമ്മുടെ ഇക്വേഷൻ നോക്കാം. മൈനസ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ആണ്. സോ മൈനസ് കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ് നമുക്കൊന്ന് ചെറുതാക്കി എഴുതാം. ആദ്യത്തെ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് 50,000. നമുക്ക് ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വരുമ്പോൾ 80,000 ആണ്. സോ ഇത് ലെസ് ചെയ്തതിന് നമ്മുടെ NPV കിട്ടും. NPV എന്ന് പറയുന്നത് കിട്ടും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ലെസ് ചെയ്താൽ മതി. എഴുതാൻ ഒരു സ്പേസിൻ്റെ കുറവുള്ളതുകൊണ്ടാണ്. 5. സോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതാം. നമ്മൾ വരയ്ക്കുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചാൽ മതി. സോ ഇതാണ് നമ്മുടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ. നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് മെത്തേഡ്. നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഒരു നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആ ഒരു മെത്തേഡായിട്ട് കുറച്ചൊക്കെ സാമ്യമുള്ളൊരു മെത്തേഡാണ്. ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് സയൻറ്റിഫിക്കും ലോജിക്കലും തന്നെയായിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. മാത്രമല്ല അതിൻ്റെ ഫെയർ റിട്ടേൺ നമുക്ക് കിട്ടാനുള്ള ഒരു ഫെയർ റേറ്റ് ഓഫ് റിട്ടേണിന് ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ കാൽക്കുലേഷനിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫിൻ്റെ എസ്റ്റിമേഷനും കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഇൻഡെക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ ഒരു ടേബിൾ തന്നെയാണ് നമുക്ക് ഇവിടെയും പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെ ഇക്വേഷനിൽ മാത്രമാണ് ചെറിയൊരു ചേഞ്ച് ഉള്ളത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്, അതായത് നമ്മൾ സാധാരണ നേരത്തെ കണ്ടുപിടിച്ച ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കണം. ഡിവൈഡാണ് ചെയ്യേണ്ടത്. അവിടെ മൈനസ് ചെയ്തപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, അതിന് നമ്മൾ ഔട്ട്ഫ്ലോ ഓഫ് അതിന് എന്ന് പറയുന്നത് ഔട്ട്ഫ്ലോ ആണ്. സോ അത് ഇൻറ്റു 100 നമ്മൾ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതാണ് ഇൻറ്റു 100 ചെയ്യുന്നത്. സോ അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. സോ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ആ ഒരു കോളം പ്രിപ്പയർ ചെയ്യണം, ഇയർ എഴുതണം, പ്രസൻറ്റ് വാല്യൂ. ഞാൻ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ 10% കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അത് പോരാണ്ട് തന്നെ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ
ജസ്റ്റ് എടുത്ത് എഴുതാൻ മതി. ചില പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെ തന്നിട്ടുണ്ടാവില്ല, പെർസെൻറ്റേജ് മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതിനകത്ത് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് r⁻n എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു സിറ്റുവേഷനിലാണ്. സോ നമുക്കിവിടെ തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്ത് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് 2 വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ആണ്. സോ അത് ഫില്ല് ചെയ്താൽ മതി. 24,000 അത് ഇൻഡ്യൂ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഇൻഡ്യൂ ചെയ്ത് നേരത്തെ ചെയ്ത പോലെ നമുക്ക് തന്നെ ആദ്യത്തെ 2 എണ്ണം ചെയ്ത് കാണിക്കാം, ബാക്കി നമുക്ക് തന്നെ ചെയ്യാം. 24,000 ഇൻറ്റു 0.0 ഇത് കിട്ടിയതായിരുന്നു. നമുക്കൊന്ന് എടുത്ത് എഴുതാം. അത് 21,816 ആണ് കിട്ടിയത്. ഇതെല്ലാം സാധാ പോലെ തന്നെ അപ്പുറത്തേൻ്റെയും കൂടെ നമുക്ക് ചെയ്തു പോരാം. അതിൻ്റെ ആൻസർ കിട്ടിയേ. എല്ലാം ഒന്ന് വേഗം ഫില്ല് ചെയ്യാം. നമ്മളെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇനി ഇത് രണ്ടും ടോട്ടൽ ചെയ്യാന്നുള്ളതാണ്. സോ ഇത് രണ്ടും നമുക്ക് ടോട്ടൽ ചെയ്യാം. അപ്പം ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതാണ്. അതുപോലെ തന്നെ മറ്റേത് നമുക്ക് ടോട്ടൽ ചെയ്യാം. പറയുന്നത് ടോട്ടൽ PV ആണ്. സോ നമുക്കിനി രണ്ടിൻ്റെയും ആ ഇക്വേഷൻ വെച്ചൊന്ന് കണ്ടുപിടിക്കാം. സോ നമ്മുടെ പ്രൊജക്റ്റ് എയുടെ വരുമ്പോൾ ഇങ്ങനെ വരാം. 53,370 ഡിവൈഡഡ് ബൈ 3,8 ആയിരുന്നു, ഡിവൈഡഡ് ബൈ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 50,000, രണ്ടിൻ്റെ 50,000 ആണ്. സോ നമുക്ക് 50,000 ആദ്യത്തേൻ്റെ എഴുതാം. സോ അതിൻ്റെ എമൗണ്ട് ഇൻറ്റു 100 അത് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1. ചെയ്ത് നോക്കാം. ഈ 100 ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് 100 ചെയ്യാണ്ട് ചെയ്യുമ്പോൾ 1.07 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബിയുടെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ 50,000 ആണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ രണ്ടിൻ്റെയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് 1 ആയിരിക്കണം, മിനിമം 1 ആയിരിക്കണം. 1-നേക്കാൾ താഴെ പോയാൽ നല്ലതല്ല, 1-നേക്കാൾ മുകളിൽ വന്നാൽ ഓക്കെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ടും ഈക്വലി, അതായത് രണ്ടും 1-ന് മുകളിൽ വന്നേക്കണോണ്ട് തന്നെ രണ്ടും നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും പ്രൊജക്റ്റ് ബി ആണ് കുറച്ചുകൂടെ കൂടുതൽ, 1.12 ആണല്ലോ 1.07 കൂടുതൽ. അതുകൊണ്ട് തന്നെ പ്രൊജക്റ്റ് ബി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് കറക്റ്റായിട്ട് തന്നിട്ടില്ല, അതുപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തന്നിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ മെറിറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രൊജക്റ്റിൻ്റെ എൻറ്റയർ ലൈഫിനകത്തുള്ള ക്യാഷ് ഇൻഫ്ലോസിനെ എല്ലാം ഇത് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി എന്താണെന്നുള്ളത് കറക്റ്റായിട്ടുള്ള റിയൽ പ്രോഫിറ്റബിലിറ്റീനൊക്കെ ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ടൈം വാല്യൂ ഓഫ് മണീനെയും ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്ത മെത്തേഡ് വെച്ചിട്ട് ഇതിൽ കാൽക്കുലേഷൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. മാത്രമല്ല മൾട്ടിപ്പിൾ റേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു എമൗണ്ട് അതൊന്ന് കണ്ടുപിടിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ IRR മെത്തേഡ് നമ്മൾ ചുരുക്കി പറയാറുണ്ട്. സോ ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡിസ്കൗണ്ടിൻ്റെ ആ ഒരു ഫാക്ടർ, ആ പെർസെൻറ്റേജ് വാല്യൂ നമുക്ക് കറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നതാണ് ഒരു വാല്യൂ 10% ആണ് എന്ന് പറഞ്ഞാൽ സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടാവില്ല. നമുക്ക് കുറേ നമ്പർ ഓഫ് ഡിസ്കൗണ്ട് റേറ്റുകളായിരിക്കും തന്നിട്ടുണ്ടാകുക. പക്ഷെ നമ്മുടെ ക്യാഷ് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോ, അതായത് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. സോ അതിൽ നിന്നാണ് നമ്മൾ ഈ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. IRR ഈക്വൽ ടു L1 പ്ലസ് P1 മൈനസ് I ഡിവൈഡഡ് ബൈ P1 മൈനസ് P2 ഇൻറ്റു D. ഇത് ഓരോന്ന് എന്താണെന്ന് ഞാൻ പറയാം.
എൽ എന്ന് പറയുന്നത് അതിൻ്റെ ലോവർ റേറ്റ് ആണ്. നമ്മൾ എടുക്കുന്ന ഡിസ്കൗണ്ട് ഫാക്ടറിൽ 2 ഫാക്ടർ എടുക്കുമ്പോൾ അതിൽ വരുന്ന ലോവർ റേറ്റിനാണ് L1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ P1 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ലോവർ റേറ്റ് ആണ്. നമ്മൾ എടുക്കുന്ന ആ ലോവർ റേറ്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രസന്റ് വാല്യൂ എത്രയോ അതാണ്. അതുപോലെ തന്നെ P2 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ഹയർ റേറ്റ് ആണ്. നമ്മൾ എടുക്കുന്ന ഹയർ റേറ്റ് എത്രയാണോ അതിൻ്റെ പ്രസന്റ് വാല്യൂ. I എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ D എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ 2% തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്ലാസ് ഇൻ്റർവെല്ലാണ്. അതെങ്ങനെ എടുക്കണമെന്ന് കറക്റ്റായിട്ട് കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് മനസ്സിലാവും. നേരത്തെ തന്നിട്ടുണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടായുള്ളൂ. സോ നമുക്ക് അങ്ങനെ കാൽക്കുലേഷനൊന്നും വരില്ല. ഡിസ്കൗണ്ടിൻ്റെ ഫാക്ടർ 10% ആണെങ്കിൽ 10% കറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുറേ ഡിസ്കൗണ്ട് റേറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഏതാണ് ഇതിൻ്റെ ഒരു ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് അറിയില്ല. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ്, പക്ഷേ എത്രയാണ് നമുക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് അറിയില്ല. സോ നമുക്ക് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നമുക്ക് ഇഷ്ടമുള്ള 2 ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് കണക്ക് ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് 50%ഉം 20% ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10%, 25% ഒക്കെ എടുക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള 2 എണ്ണം എടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് 15%ഉം 20%ഉം ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സോ ആ 2 ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് വെച്ചിട്ടുള്ള ആ പ്രസൻറ്റ് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ 15% വെച്ചിട്ടുള്ള പ്രസൻറ്റ് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് 20% വെച്ചിട്ടുള്ള പ്രസൻറ്റ് വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ. സോ രണ്ടിനെയും നമുക്ക് എടുത്തെഴുതാം. ഇയർ വേണമെങ്കിൽ ഇയറും എടുത്തെഴുതിയേക്കാം. പ്രസൻറ്റ് ഫാക്ടർ എത്രയെന്ന് എഴുതാം, അതിൻ്റെ വാല്യൂ എഴുതാം. അതുപോലെ തന്നെയാണ് ഇവിടെയും വരാം. ഇയർ, PV ഫാക്ടർ എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ വാല്യൂ എത്രയാണ്. സോ നമുക്ക് അത് തന്നെ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളെല്ലാം എടുത്തെഴുതാം അല്ലേ. ഇയർ നമുക്ക് രണ്ടിൻ്റെ അറിയാം 1, 2, 3, 4, 5 ആണ്. സോ അതുപോലെ തന്നെ ജസ്റ്റ് ഞാൻ വേഗം ഫില്ല് ചെയ്യാം. അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രസൻറ്റ് വാല്യൂ കറക്റ്റായിട്ട് ഞാൻ എടുത്തതിൻ്റെ ഫാക്ടർ എടുത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്കിനി ആ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ നിന്ന് ഓരോന്നെടുത്ത് എഴുതി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോൻ്റെ ആ ഒരു കോളം കൂടി വരച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് വാല്യൂ ചെയ്യാം. എന്നാലും നമുക്ക് ഇൻറ്റു ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുള്ളൂ. എന്താണ് ഇതിൻ്റെ PV കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ക്യാഷ് ഫ്ലോയ്ക്ക് ഒരു കോളം വരച്ചിട്ട് PV ഓഫ് ക്യാഷ് ഫ്ലോ. ഈ ക്യാഷ് ഫ്ലോയെ നമുക്ക് ക്വസ്റ്റ്യനിലുള്ളതാണ്, അതും ജസ്റ്റ് വേഗം എടുത്തെഴുതാണ്. ഞാനതിൻ്റെ എല്ലാ ക്യാഷ് ഫ്ലോസും എടുത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ PV ഫാക്ടർ കിട്ടും. സോ അത് പിന്നെയും ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ വേഗം എല്ലാം എടുത്ത് എഴുതാണ് എളുപ്പത്തിന് വേണ്ടി. സോ അതെല്ലാം ഇൻറ്റു ചെയ്തിട്ടുള്ള വാല്യൂ, അതായത് 0.870 ഇൻറ്റു 50,000 ചെയ്യുമ്പോഴാണ് ഈ വാല്യൂ കിട്ടി. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും അതേ ഒരു രീതിയിൽ ഇൻറ്റു ചെയ്ത വാല്യൂ അപ്പുറത്തേൻ്റെയും ഇൻറ്റു ചെയ്ത വാല്യൂ ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. സോ നമുക്കിനി ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. രണ്ടിൻ്റെയും കണ്ടുപിടിക്കണം, 2 കോളത്തിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൻ്റെ PV കണ്ടുപിടിക്കണം. ഇതിൻ്റെ PV നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നത്. സോ അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് നോക്കാം. ഇതിൻ്റെ വരുമ്പോൾ അത് സോ നമുക്ക് നമ്മുടെ P1ഉം P2ഉം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതിനകത്ത് P1 എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ലോവർ റേറ്റ്. ഇവിടെ ലോവർ റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്. അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. സോ അപ്പോൾ ഇതാണ് നമ്മുടെ P1. അതുപോലെ തന്നെ ഹയർ റേറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണിത്. സോ അതാണ് P2. ഹയർ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരുന്നു, 20% ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ലോവർ റേറ്റ് ആണ് 15%, അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 15% ആണ് തന്നിട്ടുണ്ട്. സോ ആ 1,50,000 അത് നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് എഴുതാം. പിന്നെ D എന്ന് പറയുന്നത് നമുക്കറിയാം ഈ 2 ഇൻ്റർവെല്ലും, ഈ 15ഉം അതുപോലെ 20% തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് ആ ഒരു 5, ആ ഒരു റേറ്റ് നമുക്കറിയാം. സോ നമുക്കിനി ജസ്റ്റ് ഇതെല്ലാം ഒന്ന് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നുള്ളൂ. നമുക്ക് നോക്കാം. സോ ഞാൻ ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് എടുത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിനി അതൊന്ന് ചെയ്താൽ മതി. IRR എന്ന് പറയുന്നത് L1, എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ ആ ഒരു ടേബിൾ വെച്ച് കണ്ടുപിടിച്ചതെല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. IRR എന്ന് പറയുന്നത്
ഈക്വൽ ടു എത്രയായിരുന്നു? 50 ആയിരുന്നു. അപ്പോൾ അതെടുത്ത് എഴുതി. P1 നമുക്ക് നോക്കാം. മൈനസ് ഐ എന്ന് പറയുന്നത് 1,50,000 ആണ്. അതെഴുതി. ഡിവൈഡഡ് ബൈ അതുപോലെ തന്നെ P1 മൈനസ് P2 എന്ന് പറയുന്നത് സോ എടുത്തെഴുതി. അത് ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടത്. സോ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. 15 പ്ലസ് ഇത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് ഡിവൈഡഡ് ബൈ 21 ഇതാണ് ഇവിടെ ഇൻറ്റു 5 ആണ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ ആദ്യം കണ്ടുപിടിക്കാം. ഇത് ഇൻറ്റു ചെയ്ത് സോ നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. 0.698 ആണ് നമുക്ക് കിട്ടിയത്. പ്ലസ് 15 ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നത് 15 ചെയ്ത് നോക്കാം അല്ലേ. അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 15.70 എന്ന് എഴുതാം. സോ ഇതാണ് നമ്മുടെ IRR എന്ന് പറയുന്നത്. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10% ആയിരുന്നു. IRR നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 15.70 ആണ്. സോ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണ് റിട്ടേൺ ഉള്ളത്. നമുക്ക് ചിലവായ ക്യാപിറ്റലിന് കോസ്റ്റ് 10% ആയിരുന്നു. അതിലും കൂടുതലാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ആ റിട്ടേണിൻ്റെ റേറ്റ്. സോ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് അക്സെപ്റ്റബിൾ ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ലാസ്റ്റ് വരുന്ന മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. അതായത് നമ്മൾ നേരത്തെ തന്നെ പേ ബാക്ക് പീരീഡ് മെത്തേഡ് ട്രഡീഷണൽ മെത്തേഡിൽ പഠിച്ചതാണ്. സോ അതിൽ നമ്മൾ കണ്ട ഒരു ലിമിറ്റേഷൻ ആയിരുന്നു ടൈം വാല്യൂ ഓഫ് മണി എടുക്കുന്നില്ല എന്നുള്ളത്. സോ ആ ഒരു ലിമിറ്റേഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഇതിലാകെ ഒരു ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ പേ ബാക്ക് പീരീഡൊക്കെ കണ്ടുപിടിക്കുന്നത് ആ മെത്തേഡുകളെല്ലാം സെയിം തന്നെ. ഇവിടെ നമ്മൾ ഒരു ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പീരീഡിൻ്റെ കാൽക്കുലേഷൻ നടത്തുന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന ഏക ഒരു ഡിഫറൻസ്. സോ അതുകൊണ്ട് തന്നെ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻ ഇവിടെ ഉണ്ടാവുന്നില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പേ ബാക്ക് പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അതിൻ്റെ തന്നെ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള വേർഷനാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് അതിനകത്ത് എടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ക്യുമുലേറ്റീവ് കണ്ടുപിടിക്കുന്നത് ആ മെത്തേഡ് സെയിം തന്നെയാണ്, ജസ്റ്റ് ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് കണ്ടുപിടിക്കുന്നു. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷത്തെയും ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. എത്ര കൊല്ലം കൊണ്ട് ഇത് റീകൂപ്പ് ചെയ്യാൻ പറ്റുന്നു, ഈ 75,000 എത്ര കൊല്ലം കൊണ്ട് റീകൂപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണ്ടേ. നമുക്ക് ജസ്റ്റ് ആ ഡിസ്കൗണ്ട് ഫാക്ടർ തന്നിട്ടുണ്ട്, 10% ആണ് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാം, ഇയർ എടുത്ത് എഴുതാം, ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് നമുക്ക് എടുത്ത് എഴുതാം. അതുപോലെ തന്നെ ആ 10% ആണ് ഡിസ്കൗണ്ട് ഫാക്ടർ എന്ന് പറഞ്ഞേക്കണോണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് എന്ത് എഴുതാം, ആ PV ഫാക്ടർ അതിന് ഡയറക്റ്റ് ഇന്നേ പറയുന്നില്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രോബ്ലത്തിനകത്തൊക്കെ PV ഫാക്ടർ എങ്ങനെ കണ്ടുപിടിച്ചാൽ അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും PV ഫാക്ടർ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോന്നിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ്, ആ പ്രസൻറ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുമില്ല, ഓരോന്നിൻ്റെയും ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. ആദ്യത്തെ മാത്രം ഇൻറ്റു ചെയ്ത് കാണിക്കാം. സിക്സ് ത്രീ ആണ് കിട്ടിയത്. സോ ബാക്കിയെല്ലാം എഴുതാം. സോ നമ്മൾ ബാക്കി എല്ലാത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു എമൗണ്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യുമുലേറ്റീവ് ഫിഗർ കണ്ടുപിടിക്കണം. ഈ ഒരു പ്രസൻറ്റ് വാല്യൂവിൻ്റെയാണ് നമ്മൾ നേരത്തെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോയുടെ ക്യുമുലേറ്റീവ് കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ആ ഒരു ക്യാഷ് ഫ്ലോയുടെ ആയിരിക്കും ക്യുമുലേറ്റീവ് കാണാം. അപ്പോൾ ആദ്യത്തെ വരുമ്പോൾ 6363 തന്നെയാണ് വരിക. രണ്ടാമത്തെ വരുമ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 16,275, 31,295, 51,785 ഇങ്ങനെ അതിൻ്റെ ഒരു വാല്യൂ വരും. എല്ലാം ജസ്റ്റ് കൂട്ടി എഴുതാനുള്ള, ജസ്റ്റ് ഇനി പറയേണ്ട കാര്യമില്ല.
സോ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു എമൗണ്ട് പറഞ്ഞേക്കുന്നത് 75,000 റുപ്പീസാണ്. ഈ 75,000 റുപ്പീസ് എത്ര നാളുകൊണ്ട് നമുക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റുന്നത് നോക്കണ്ടേ. സോ നമുക്കിവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. മറ്റടുത്ത് നമ്മൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. സോ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 വർഷം കൊണ്ട് ആ 75,000ൻ്റെ ഇത്ര എമൗണ്ട്, ഈ ഒരു എമൗണ്ട് വരെ 5 വർഷം കൊണ്ട് 70,450 റുപ്പീസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്ത് പോകാൻ റീകൂപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ബാക്കി എമൗണ്ടാണ്, ബാക്കി കുറച്ച് വരുന്ന ആ ഒരു എമൗണ്ട് മാത്രമാണ് 6ാമത്തെ വർഷത്തിൽ നമുക്ക് ആവശ്യമുള്ളൂ. സോ നമുക്ക് എന്തായാലും 4 നമുക്ക് ഉറപ്പാണ്, പ്ലസ് ആ പോയിൻ്റ് എമൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമുക്ക് എത്ര ഇനി ബാലൻസ് ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് 75,000 മൊത്തം വേണ്ടേ, അതിൽ നിന്ന് 7450 നമുക്കത് റീകൂപ്പ് ചെയ്തു. ഇനി ഇത്ര എമൗണ്ടാണ് നമുക്ക് പോകാൻ ആവശ്യമുള്ളൂ. സോ അതാണ് നമ്മുടെ ഡിവൈഡ് ചെയ്യേണ്ട എമൗണ്ട്. സോ നമുക്ക് നോക്കാം. 4585 അത് ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ മറ്റേതിനകത്ത് ചെയ്തപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ നേരെ ഇവിടെ കിടക്കുന്നത്. സോ ഇതാണ് നമ്മുടെ അടിയിൽ വരേണ്ട എമൗണ്ട് 52. സോ നമുക്ക് ഇടുന്നത് 0.3 ആണ്. സോ 4 പ്ലസ് 0.3 എന്ന് പറയുമ്പോൾ 4.3 ആയിരിക്കും നമ്മുടെ ആ ഒരു പേ ബാക്ക് പീരീഡ് എന്ന് പറയും. സോറി 4 അല്ല, നമുക്ക് 5 വർഷമായിരുന്നു അല്ലേ, 5.3 ആയിരുന്നു. 5.3 ആയിരിക്കും ആദ്യത്തെ 5 വർഷം കൊണ്ട്. ഇത്ര 7450 നമ്മൾ റീകൂപ്പ് ചെയ്തു. ബാക്കി വരുന്ന ആ ഒരു എമൗണ്ട് ആ 4585 മാത്രമാണ് നമ്മൾ ആ ഒരു 6ാമത്തെ വർഷത്തിൽ നിന്നത്. 6ാമത്തെ വർഷത്തിന് 0.3 ആ ഒരു വർഷത്തിൽ നിന്നും ഉള്ളിൽ തന്നെ നമുക്കത് റീകൂപ്പ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ 5.3 നമ്മുടെ ആൻസറായിട്ട് വന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് മോഡേൺ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് എ പ്രൊജക്റ്റ് അപ്രൈസൽ. പ്രൊജക്റ്റ് അപ്രൈസലിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മോഡേൺ ടെക്നിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന ടെക്നിക്കാണ് സിസ്റ്റം അനാലിസിസ്. അതായത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനാലിസിസ് വഴിയായിട്ട്, അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ആ ഒരു ബെനിഫിറ്റ് ഒരു ബിസിനസ് യൂണിറ്റിനെ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേഷൻസ് റിസർച്ച്. അതായത് ഒരു ഡിസിഷൻ മേക്കർക്ക് വളരെ കറക്റ്റായിട്ട് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവിൽ നിന്ന് കറക്റ്റായിട്ടൊരു ഓൾട്ടർനേറ്റീവിനെ ചൂസ് ചെയ്യാനായിട്ട് ഇതുവഴി സാധിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് നമുക്ക് മാത്തമാറ്റിക്കൽ റീസണിങ് ഫോർ വെർബൽ ആർഗ്യുമെൻറ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. അതായത് ചില സമയത്ത് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസ് എല്ലാം ഫോർകാസ്റ്റ് ചെയ്യുന്നത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അത് നമുക്ക് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും. സോ അങ്ങനെ ഒരു സിറ്റുവേഷനകത്താണ് ഈ ഒരു അനാലിസിസിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഇൻവെസ്റ്ററുടെ ഡിസിഷൻ അനുസരിച്ചും അദ്ദേഹത്തിൻ്റെ റിസ്ക് ബെയറിംഗ് എബിലിറ്റി അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത്. നെക്സ്റ്റ് വരുന്ന അനാലിസിസ് ആണ് പ്രോബബിലിറ്റി അനാലിസിസ്. അതായത് ഏതെങ്കിലും ഒരു ഇവൻറ്റ് ഫ്യൂച്ചറിൽ ഒക്കർ ചെയ്യും, അതിൻ്റെ ഒരു റിലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മളൊരു ഫ്യൂച്ചർ എസ്റ്റിമേഷൻസ് കണ്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് ഡിസിഷൻ ട്രീ അനാലിസിസ്. ഇതിനകത്ത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നു. ഒരു ചാർട്ട് രീതിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ പ്രസൻറ്റ് ചെയ്യുന്നു. അതിനെയാണ് ഡിസിഷൻ ട്രീ എന്ന് പറയുക. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റ് ഡിസിഷനും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഇവൻറ്റ്, ഫ്യൂച്ചർ ഡിസിഷൻസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസിക്വൻസസ്, ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ ഒരു ഗ്രാഫിക്കൽ മോഡലിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ലാസ്റ്റ് വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്. രണ്ട് പ്രൊജക്റ്റുകൾക്ക് സെയിം കോസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂവും സെയിം ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ക്യാഷ് ഇൻഫ്ലോസും അതുപോലെ തന്നെയുള്ള കമ്പാരിറ്റീവ് റിസ്കുകളെല്ലാം മെഷർ ചെയ്യുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുറേ റിക്വസ്റ്റഡ് വീഡിയോസ് ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല. അത് ടൈമിൻ്റെ കുറേ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് എല്ലാ വീഡിയോസും ചെയ്യാൻ സാധിക്കാത്തത്. അതൊന്നും മനസ്സിലാക്കണം എല്ലാവരും. സോ ഇന്നത്തെ വീഡിയോനകത്ത് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ മൊഡ്യൂളായിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്.
Be you, be unique.